പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, ഉദയം എന്ന ബൈബിൾ പഠന പരമ്പരയിലേക്ക് സ്വാഗതം. യേശുവിലൂടെ ഈ ഭൂമിയിൽ ഉദയം ചെയ്ത ദൈവരാജ്യത്തിൻ്റെ സവിശേഷതകൾ യേശു തന്നെ വിശദീകരിച്ചു പഠിപ്പിക്കുന്നതിനു വേണ്ടി അനേകം ഉപമകൾ പറയുകയുണ്ടായി. ആ ഉപമകളിലൂടെ ഉള്ള ഒരു തീർത്ഥാടനമാണ് ഉദയം എന്ന ഈ പേരിൽ നമ്മൾ നടത്തുന്നത്. ഇന്ന് യേശു പറഞ്ഞ ചെറിയ 3 ഉദാഹരണങ്ങൾ, ഉപമ എന്ന് വിശേഷിപ്പിക്കാൻ മാത്രം ദീർഘമുള്ളതല്ല, സമാന വാക്യങ്ങളെന്നോ മറ്റു വല്ലതും പറയാം, എന്നാലും ചെറിയ 3 ഉദാഹരണങ്ങളാണ് ഇന്ന് നമ്മൾ പഠന വിഷയമാക്കുന്നത്. പഠന വിഷയമായ കാര്യം ആദ്യമേ നമുക്കൊന്ന് ബൈബിൾ വായിക്കാം, അതിനുശേഷം വിശകലനം ചെയ്യാൻ ശ്രമിക്കാം. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 12-ാമത്തെ അധ്യായം 49 മുതൽ 53 വരെ ഉള്ള വാക്യങ്ങളാണ്. തീയും സ്നാനവും വാളും എന്ന് ഇതിനെ വിശേഷിപ്പിക്കാം. ഭൂമിയിൽ തീയിടാനാണ് ഞാൻ വന്നത്. അത് ഇതിനകം കത്തിജ്വലിച്ചിരുന്നെങ്കിൽ എനിക്ക് ഒരു സ്നാനം സ്വീകരിക്കാനുണ്ട്. അത് നിവൃത്തിയാകുവോളം ഞാൻ എത്ര ഞെരുങ്ങുന്നു. ഭൂമിയിൽ സമാധാനം നൽകാനാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? അല്ല, ഭിന്നതകൾ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഭിന്നിച്ചിരിക്കുന്ന 5 പേർ ഇനിമേൽ ഒരു വീട്ടിലുണ്ടായിരിക്കും. 3 പേർ 2 പേർക്കെതിരായും 2 പേർ 3 പേർക്കെതിരായും ഭിന്നിച്ചിരിക്കും. പിതാവ് പുത്രനും പുത്രൻ പിതാവിനും എതിരായും, അമ്മ മകൾക്കും മകൾ അമ്മയ്ക്കുമെതിരായും, അമ്മായിയമ്മ മരുമകൾക്കും മരുമകൾ അമ്മായിയമ്മയ്ക്കും എതിരായും ഭിന്നിക്കും. ദൈവ വചനമാണ് നാം കേട്ടത്. മനസ്സിലാക്കാനും സ്വീകരിക്കാനും ഏറെ വൈഷമ്യമുള്ള ചില വാക്യങ്ങളാണിത്. അർത്ഥം മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട്, മനസ്സിലാക്കിയതിനെ സ്വീകരിക്കാൻ അതിനേക്കാളും ബുദ്ധിമുട്ടുണ്ട്. എന്താണ് ഇതിലൂടെ യേശു പഠിപ്പിക്കുന്നത്? ഈ പ്രത്യേക സാഹചര്യത്തിൽ ഇതിൽ സെറ്റ് ചെയ്യുന്നതോടുകൂടി എന്താണ് സുവിശേഷകൻ പറയാൻ ആഗ്രഹിക്കുന്നത്? നമ്മൾ ബൈബിൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രത്യേക കാര്യമാണ്, ബൈബിൾ ഏതു സാഹചര്യത്തിൽ ഏതു കാര്യം അവതരിപ്പിക്കുന്നു എന്നത്. റീഡ് ദ ടെക്സ്റ്റ് ഇൻ ഇറ്റ്സ് കോൺടെക്സ്റ്റ്. പാഠഭാഗം അതിൻ്റെ സാഹചര്യത്തിൽ വായിച്ചു മനസ്സിലാക്കണം എന്നത് ഒരു പ്രാഥമിക പാഠമാണ് ബൈബിൾ വ്യാഖ്യാനത്തിൻ്റെ. ലൂക്ക എഴുതിയ സുവിശേഷം 12-ാമത്തെ അധ്യായത്തിലാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ ഇതിനു മുമ്പ് കണ്ട 3 ഉപമകളും ഈ അധ്യായത്തിൽ തന്നെയായിരുന്നു. ഉത്തിഷ്ഠത, ജാഗ്രത എന്ന് നമ്മൾ വിശേഷിപ്പിച്ചു. ഒരുങ്ങിയിരിക്കുക, ജാഗ്രതയോടെ കാത്തിരിക്കുക. അത് പഠിപ്പിക്കാൻ വേണ്ടി 3 ഉപമകൾ യേശു പറഞ്ഞു. അതിന് തൊട്ടു പിന്നാലെയാണ് ഈ വാക്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ശിഷ്യത്വത്തെ സംബന്ധിച്ച പ്രബോധനങ്ങളാണ് ഇതെല്ലാം. യേശുവിന് പിന്നാലെ ജെറൂസലമിലേക്ക് യാത്ര ചെയ്യുന്ന ശിഷ്യന്മാർക്ക് യേശു കൊടുക്കുന്ന ശിഷ്യത്വത്തെ സംബന്ധിച്ച പ്രബോധനങ്ങൾ. അന്ന് യേശു ശിഷ്യന്മാരോട് പറഞ്ഞത് ഇന്ന് യേശു നമ്മളോടും പറയുന്നു എന്ന് ഓർക്കണം. അതിനുവേണ്ടിയാണല്ലോ സുവിശേഷം എഴുതപ്പെട്ടിരിക്കുന്നത്. സുവിശേഷങ്ങൾ ചരിത്രം പഠിപ്പിക്കാൻ വേണ്ടി എഴുതിയ ഗ്രന്ഥങ്ങളല്ല. സുവിശേഷങ്ങൾ ദൈവവചനം പ്രഘോഷിക്കുന്ന സുവിശേഷങ്ങളാണ്. നമുക്ക് തന്നെ നല്ല വാർത്ത, നമുക്കുള്ള ആഹ്വാനങ്ങളാണ്, പ്രബോധനങ്ങളാണ്, വിളിയാണ്. അപ്പോഴത് എന്നോട് എന്തു പറയുന്നു എന്നത് ഏറെ പ്രസക്തമാണ്. നമുക്ക് ഓരോന്നിലൂടെയും കടന്നു പോകാനായിട്ട് നോക്കാം. ആദ്യമേ പറയുന്നത് ഭൂമിയിൽ തീയിടാനാണ് ഞാൻ വന്നത്. ഭൂമിക്ക് തീ കൊളുത്താൻ ഇത് വേണമെങ്കിൽ പറയാം. ടു കാസ്റ്റ് ഫയർ ഓൺ എർത്ത് ഓർ ടു സെറ്റ് ദ എർത്ത് ഓൺ ഫയർ. എന്താണ് ഈ തീക്കൊള്ളിയുമായി വരുന്നതിൻ്റെ ഉദ്ദേശം? ഭൂമിയിൽ തീയിടാൻ, ഭൂമിക്ക് തീ കൊളുത്താൻ ഞാൻ വന്നിരിക്കുന്നു. സ്നാപകയോഹന്നാൻ പറഞ്ഞായിരുന്നു, എൻ്റെ പിന്നാലെ വരുന്നവൻ അഗ്നിയുമായിട്ടാണ് വരുന്നത്, തീക്കൊള്ളിയായിട്ട് വരുന്നത്. അവൻ ഫലം തരാത്ത വൃക്ഷങ്ങളെല്ലാം വെട്ടി തീയിലെറിയും. അങ്ങനെ ഫലം തരാത്ത വൃക്ഷങ്ങളെല്ലാം വെട്ടി തീയിലെറിയുന്ന ഒരു വിധിയുടെ ഒരു ചിത്രമാണ് അഗ്നി. യേശു വന്നിരിക്കുന്നത് തീയിടാനാണ്. രണ്ടാമത്തേത്, ആ അഗ്നിയെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് കാണും. രണ്ടാമത്തേത് പറഞ്ഞിരിക്കുന്നത് ഒരു സ്നാനത്തെക്കുറിച്ചാണ്. എനിക്കൊരു സ്നാനം സ്വീകരിക്കാനുണ്ട്, അത് നിവൃത്തിയാകുവോളം ഞാൻ എത്രയേറെ ഞെരുങ്ങുന്നു. എന്തോ യേശുവിനെ വളരെയധികം ആകുലനാക്കുന്ന വ്യഥയിലൂടെ, ഞെരുക്കത്തിലൂടെ കടത്തിവിടുന്ന ഒന്നാണ് ഈ സ്നാനം. അപ്പോഴെന്താണ് ആ സ്നാനം? മൂന്നാമത്തേത് മനസ്സിലാക്കാൻ കൂടുതൽ ബുദ്ധിമുട്ടുള്ളതാണ്. യേശു വന്നിരിക്കുന്നത് ഭിന്നത ഉളവാക്കാനാണത്രേ. അതിന് സമാന്തരമായ മത്തായി സുവിശേഷത്തിൽ വാൾ എന്നുകൂടി രേഖപ്പെടുത്തിയിട്ടുണ്ട്. സമാധാനമാണ് ഞാൻ കൊണ്ടുവരുന്നെന്ന് വിചാരിക്കുന്നുവോ? അല്ല, വാൾ ആണ്. ആ വാളാണ് ലൂക്കായുടെ സുവിശേഷത്തിലേക്ക് വന്നപ്പോഴേക്കും ഭിന്നത എന്ന് വിശദീകരിക്കുന്നത്. അപ്പോൾ
അഗ്നി, സ്നാനം, ഭിന്നത അഥവാ വാൾ എന്തിനെയാണ് ഇതൊക്കെ സൂചിപ്പിക്കുക? ആദ്യത്തേത് ഭൂമിയിൽ തീയിടാൻ വന്നിരിക്കുന്നു. അപ്പോൾ തീയെ സംബന്ധിച്ച് ഞാൻ ആദ്യം സൂചിപ്പിക്കുകയുണ്ടായി. സ്നാപക യോഹന്നാന്റെ പ്രസംഗത്തിൽ തീയെ സംബന്ധിച്ചൊരു പരാമർശമുണ്ടായിരുന്നു. അപ്പോൾ അഗ്നിയെ സംബന്ധിച്ച് ബൈബിൾ പറയുമ്പോൾ 3 കാര്യങ്ങൾ പ്രത്യേകമായിട്ടും സാധ്യതയുണ്ട്. അഗ്നി ആദ്യത്തേത് വിധിയെ സംബന്ധിച്ചതാണ്. പലപ്പോഴും അഗ്നി വിധിയുടെ പ്രതീകമായിട്ടാണ് എടുത്തു കാണിക്കുക, ശിക്ഷാവിധിയുടെ. ഉദാഹരണത്തിന് ഉൽപ്പത്തി പുസ്തകം 19-ാമത്തെ അധ്യായം 24-25 വാക്യങ്ങളിൽ സോദോം ഗൊമോറ നഗരങ്ങളുടെ മേൽ അഗ്നി ഇറക്കിയതായിട്ട് പറയും. അഗ്നിയും ഗന്ധകവും അതിൻ്റെ മേൽ ചൊരിഞ്ഞു. അപ്പോൾ അഗ്നി ഇറക്കി ശിക്ഷിക്കുകയാണ്. സൊദോം ഗൊമോറ നഗരങ്ങൾ അതിൻ്റെ അതിക്രമങ്ങളുടെ പേരിൽ ശിക്ഷിക്കപ്പെടുന്നതിന് അഗ്നി ഇറക്കുകയാണ് ചെയ്യുക. അപ്പോൾ അഗ്നി ശിക്ഷാവിധിയുടെ പ്രതീകമാകാം. ഉൽപ്പത്തി പുസ്തകത്തിൽ മാത്രമല്ല, പ്രവാചകന്മാരിലും പ്രത്യേകിച്ചും ആമോസ് പ്രവാചകന്റെ പുസ്തകത്തിൽ അനേകം തവണ, കൃത്യമായി പറഞ്ഞാൽ 7 തവണ ഈ ഒരു പരാമർശം വരുന്നുണ്ട്, അഗ്നി. ഉദാഹരണം, ആമോസിന്റെ പുസ്തകം 1-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യം, 3-4 വാക്യങ്ങൾ. ആമോസ് 1:3-4. കർത്താവ് അരുളി ചെയ്യുന്നു, ദമാസ്കസ് ആവർത്തിച്ച് ചെയ്ത അതിക്രമങ്ങൾക്കുള്ള ശിക്ഷ ഞാൻ പിൻവലിക്കുകയില്ല. കാരണം അവർ ഗിലെയാദിനെ ഇരുമ്പു മെതിവണ്ടി കൊണ്ട് മെതിച്ചു. ആകയാൽ ഞാൻ ഹസായലിന്റെ ഭവനത്തിന്റെ മേൽ അഗ്നി അയക്കും. അതുപോലെ തന്നെ വീണ്ടും വീണ്ടും ആവർത്തിക്കും, ഗാസായുടെ മേൽ ഞാൻ അഗ്നി അയക്കും. 7-ാമത്തെ വാക്യം. ടൈറിന്റെ മേൽ അഗ്നി അയക്കും. 10-ാമത്തെ വാക്യം. 12-ാമത്തെ വാക്യത്തിൽ ഏദോമിന് മേൽ. അങ്ങനെ ചുറ്റുപാടുമുള്ള എല്ലാ രാജ്യങ്ങളുടെയും മേൽ അഗ്നി അയക്കും, അഗ്നി അയക്കും എന്ന് പറയുമ്പോൾ അഗ്നി ശിക്ഷാവിധിയുടെ ഒരു പ്രതീകമാണ്. അഗ്നി അയക്കുന്നത് ശിക്ഷിക്കാൻ വേണ്ടിയാണ്. പക്ഷെ ശിക്ഷിക്കാൻ വേണ്ടി മാത്രമല്ല, ദൈവം സ്വീകരിക്കുന്നതിൻ്റെ ഉദാഹരണമായിട്ടും അഗ്നിയുണ്ട്. ബലി സ്വീകാര്യമാകുന്നു. ഉദാഹരണത്തിന് ഏലിയ പ്രവാചകന്റെ കാലത്ത് ഏലിയ ആഹാബ് രാജാവ് ഇസ്രായേൽ ഭരിച്ചിരുന്ന കാലത്താണ് പ്രവാചകനായി പ്രത്യക്ഷപ്പെട്ടത്. ജസബേൽ റാണി യാഹ്വേ വിശ്വാസികളായ എല്ലാവരെയും ഉന്മൂലനം ചെയ്യാൻ, പ്രത്യേകിച്ച് പ്രവാചകന്മാരെ ഉന്മൂലനം ചെയ്യാനും തീരുമാനിച്ചു. യാഹ്വേ വിശ്വാസം നാട്ടിൽ നിഷിദ്ധമായി പ്രഖ്യാപിച്ചു. അങ്ങനെ മതപീഡനം നടക്കുന്ന സാഹചര്യത്തിൽ ഏലിയ ആഹാബിന് മുൻപ് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, ഇനി ഞാൻ ആരാധിക്കുന്ന ദൈവമാണ്, ഞാൻ പറഞ്ഞല്ലാതെ ഈ ഭൂമിയിൽ ഇനി മഴ പെയ്യുകയില്ല. അതിനുശേഷം ഏലിയ പോയി, ഭൂമിയിൽ വലിയ വരൾച്ചയുണ്ടായി. 3.5 വർഷം കഴിഞ്ഞപ്പോൾ ഏലിയ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. ആഹാബ് രാജാവിനോട് പറഞ്ഞു, ജനത്തെ വിളിച്ചു കൂട്ടുക, ദൈവം മഴ തരാൻ പോകുന്നു. അപ്പോൾ ഏലിയയുടെ പ്രവാചകന്റെ വിളി അനുസരിച്ച് കാർമൽ മലയിൽ എല്ലാവരും ഒരുമിച്ചുകൂടി ഏലിയ ഒരു പരീക്ഷണം വെച്ചു. ആരാണ് ദൈവമെന്ന് ഇന്ന് തീരുമാനിക്കണം. നിങ്ങൾ ആരാധിക്കുന്ന ബാലാണോ ദൈവം, അതോ നിങ്ങൾ നിഷേധിച്ചിരിക്കുന്ന ഞാൻ ആരാധിക്കുന്ന യാഹ്വയാണോ ദൈവം? തീരുമാനമെടുക്കുക. ജനങ്ങളോട് പറഞ്ഞു, നിങ്ങളൊരു തീരുമാനമെടുക്കുക. 2 വഞ്ചിയിൽ കാല് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത്. ഒന്നുകിൽ ബാലിന്റെ പുറകെ പോവുക, അല്ലെങ്കിൽ യാഹ്വയുടെ പുറകെ പോവുക. ജനം നിശബ്ദരായിരുന്നു. അപ്പോൾ തീരുമാനമെടുക്കാൻ നിർബന്ധിക്കുന്ന ഏലിയ പറഞ്ഞു, ആകട്ടെ നമുക്കിത് തീരുമാനമെടുക്കാം, ഒരു പരീക്ഷണം. 2 കാളയെ കൊണ്ടുവരുവിൻ. നിങ്ങൾ 800 പേരുണ്ടല്ലോ, നിങ്ങൾ ആദ്യമേ ആ കാളയെ വിഭജിച്ച് ബലിപീഠത്തിൽ വയ്ക്കുക. പക്ഷേ അഗ്നി കൊടുത്തരുത്, തീ കൊളുത്തരുത്. എനിക്കും തരൂ ഒരു കാളയെ, ഞാനും ബലിപീഠത്തിൽ വയ്ക്കാം. ഏതു ദൈവം അഗ്നി ഇറക്കുന്നുവോ, അഗ്നി ഇറക്കി സ്വീകരിക്കുന്നുവോ, അവനായിരിക്കും ദൈവം. നമുക്കറിയാം കഥ. ഉച്ചവരെ അവർ നിലവിളിച്ച് അപേക്ഷിച്ചിട്ടും ബാൽ ഒന്നും കേട്ടില്ല. ഉച്ച കഴിഞ്ഞപ്പോൾ ദേഹം മുഴുവൻ മുറിപ്പെടുത്തി, വാളുകൊണ്ട് വെട്ടിയും കുത്തിയും ഒക്കെ അവർ മുറിപ്പെടുത്തി. ഏലിയ അവരെ പുച്ഛിച്ചു. നിങ്ങളുടെ ബാലൊരു ദേവനല്ലേ, ഉറങ്ങിപ്പോയായിരിക്കും, വിളിച്ചെണീപ്പിക്കൂ, അല്ലെ യാത്രയ്ക്ക് പോയതായിരിക്കാം, ഉച്ചത്തിൽ വിളിക്കൂ. 3 മണിയായിട്ടും ആരും ഒന്നും കേട്ടില്ല. ആ സാഹചര്യത്തിലാണ് ഏലിയ ബലിപീഠം ഒരുക്കി, ബലിമൃഗത്തെ ഒരുക്കി. വിളിച്ചപേക്ഷിക്കുന്ന മുമ്പ് തന്നെ ഏലിയായുടെ ബലിപീഠത്തിൽ കർത്താവ് അഗ്നി ഇറക്കി. അഗ്നി പ്രവാചകൻ, ദൈവിക സാന്നിധ്യത്തിൻ്റെ അടയാളമായി തീരുന്നു ഇവിടെ അഗ്നി. അതൊരു വിധിയുടെ മാത്രമല്ല, ദൈവിക സാന്നിധ്യത്തിൻ്റെ, ദൈവം സ്വീകരിക്കുന്നതിൻ്റെ അടയാളമായും അഗ്നിയെ കാണാം. അഗ്നി ശുദ്ധീകരിക്കുന്നതാണ്. അർപ്പിക്കുന്ന ബലിയിൽ ഇറങ്ങി ദൈവം സ്വീകരിക്കുന്നു. ഇനി 3-ാമത്തേത് അഗ്നിയെക്കുറിച്ചുള്ള പരാമർശം പരിശുദ്ധാത്മാവിനെ സൂചിപ്പിക്കുന്നതാവും. പരിശുദ്ധാത്മാവിനെ കുറിച്ച് അഗ്നിയായിട്ടാണ് പറയുക.
യോഹന്നാൻ പറഞ്ഞിരുന്നു, എൻ്റെ പിന്നാലെ വരുന്നവൻ അഗ്നിയാലും ആത്മാവിനാലും സ്നാനപ്പെടുത്തും. അഗ്നിയാലും ആത്മാവിനാലും എന്നത് ആത്മാവാകുന്ന അഗ്നിയാൽ എന്നാണ് അർത്ഥം. അപ്പോഴും പരിശുദ്ധാത്മാവിൻ്റെ ഒരു സൂചന കൂടിയാവാം. അപ്പോൾ ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുന്ന അഗ്നി ഇടാനാണ്, തീ ഇടാനാണെന്ന് പറയുമ്പോൾ പല അർത്ഥമുണ്ട്. പരിശുദ്ധാത്മാവിനെ അഗ്നിയായി ചിത്രീകരിക്കുന്നുണ്ട്. അതാണ് അവസാനം അപ്പസ്തോല പ്രവർത്തനം 2-ാമത്തെ അധ്യായത്തിൽ പെന്തക്കോസ്താ ദിവസം ശിഷ്യന്മാരെല്ലാവരും മാതാവിൻ്റെ കൂടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ആകാശത്ത് നിന്ന് കൊടുങ്കാറ്റടിക്കുന്ന ഒരു ശബ്ദമുണ്ടായി. അവരുടെ എല്ലാവരുടെയും മേലെ തീ നാവുകൾ പോലെ എന്തോ ഒന്ന് നിൽക്കുന്നത് കണ്ടു. ആത്മാവ് അഗ്നി നാളങ്ങളായി അവരുടെ മേൽ കടന്നു വന്നു. അപ്പോൾ ഇത് മൂന്നും കൂടി ഒന്നിച്ച് നമുക്ക് കാണാൻ സാധിക്കുമോ? അഗ്നി ആത്മാവാണ്, അഗ്നി ദൈവം സ്വീകരിക്കുന്നതിൻ്റെ അടയാളമാണ്, അഗ്നി ശിക്ഷയുമാണ്. എല്ലാം കൂടി നോക്കുമ്പോൾ അഗ്നി ശുദ്ധീകരിക്കും. അഗ്നിയിലൂടെയാണ് ശുദ്ധി വരുത്തുന്നത്. നമുക്കുണ്ടായിരുന്നൊരു അഗ്നി പരീക്ഷ എന്ന് പറയും. ഒരു വ്യക്തി പാപം ചെയ്തോ ഇല്ലയോ എന്നറിയാൻ അവനെ അഗ്നിയിലൂടെ കടത്തിവിടുക. സീതയെ അഗ്നിപരീക്ഷയ്ക്ക് വിധേയമാക്കി എന്നാണ് നമ്മുടെ പുരാണങ്ങൾ പറയുക. അപ്പോൾ തിന്മ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ടും അഗ്നി ഉണ്ടാകും. അഗ്നി ശുദ്ധീകരിക്കുന്നതാണ്. അഗ്നിയിലാണ് സ്വർണ്ണം ഉരുക്കി അല്ലെങ്കിൽ വെള്ളി ഉരുക്കി കറ കളയുന്നത്. അപ്പോൾ അഗ്നി ശുദ്ധീകരണമാകാം, അഗ്നി ആത്മാവിൻ്റെ ദാനമാകാം, അഗ്നി ശിക്ഷാവിധിയുമാകാം. അപ്പോൾ ആത്മാവിനെ അയച്ച് ശുദ്ധീകരിക്കുകയും അതിന് വിധേയരാവാൻ വിസമ്മതിച്ചു നിൽക്കുന്നവർ ശിക്ഷിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ ഇനി ഇതിൽ നിന്ന് എന്താണ് യേശു ഉദ്ദേശിക്കുക? ഞാൻ ഭൂമിയിൽ തീയിടാനാണ് വന്നത്, ആത്മാവിന് നൽകാനാണ്. ഈ എല്ലാറ്റിനെയും ശുദ്ധീകരിക്കുന്ന പരിശുദ്ധാത്മാവ് നൽകുക എന്നുള്ളതാണ് യേശുവിൻ്റെ ലക്ഷ്യം. അപ്പോൾ യേശു അഗ്നി നൽകണമെന്നുണ്ടെങ്കിൽ യോഹന്നാൻ പറഞ്ഞതാണ്, എൻ്റെ പിന്നാലെ വരുന്നവൻ അഗ്നി നൽകും, അഗ്നിയാലും ആത്മാവിലാലും സ്നാനപ്പെടുത്തും. പക്ഷേ ഈ അഗ്നിയും സ്നാനവും കൂടി ഒരുമിച്ച് പോകുമ്പോൾ യേശുവിൻ്റെ 2-ാമത്തെ വാക്യം ഇതാണ്, ഒരു അഗ്നി സ്നാനം. എനിക്കൊരു സ്നാനം സ്വീകരിക്കാനുണ്ട്. നമ്മുടെ 2-ാമത്തെ വാക്യം, എനിക്ക് ഒരു സ്നാനം സ്വീകരിക്കാനുണ്ട്. അപ്പോൾ ഈ അഗ്നി ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ഈ സ്നാനം സ്വീകരിക്കണം. അപ്പോഴെന്താണ് ഈ സ്നാനം? യേശു ഒരു സ്നാനം സ്വീകരിച്ചതാണ്. ജോർദാനിൽ യോഹന്നാന്റെ മുമ്പിൽ യേശു മുങ്ങി മാമോദീസ സ്വീകരിച്ചു. മാമോദീസ എന്നാൽ മുക്കുക എന്നും കഴുകുക എന്നും അർത്ഥമുണ്ട്. ഇപ്പോൾ വെള്ളത്തിൽ മുങ്ങി പൊങ്ങുന്നതിനെയാണ് സ്നാനം ഉദ്ദേശിക്കുക. അപ്പോൾ വെള്ളത്തിലേക്ക് മുങ്ങണം. അപ്പോഴെന്താണ് ഈ സ്നാനം കൊണ്ട് ഉദ്ദേശിക്കുക? യേശു ഒരു സ്നാനം സ്വീകരിച്ചു കഴിഞ്ഞു. പക്ഷേ ഇത് വെറും ഒരു വെള്ളത്തിൽ മുങ്ങലല്ല. വെള്ളത്തിൽ മുങ്ങൽ മാത്രമായിരുന്നെങ്കിൽ ഇതുമാത്രം ഞെരുങ്ങേണ്ട ആവശ്യമില്ല. യേശുവിൻ്റെ ജീവിതത്തെ മുഴുവനും പിടിച്ചു ഞെരിക്കുന്ന എന്തോ ഭീകരമായ ഒന്നായിട്ടാണ് ഇതിനെ കാണുക. കൊടുക്കാനുള്ള ദാഹം, അതേസമയം ഇത് വലിയ ഭീകരമായ എന്തോന്നായിരിക്കും. ഞാൻ എത്രമാത്രം ഞെരുങ്ങുന്നു. യേശുവിൻ്റെ ജീവിതത്തിൻ്റെ ആരംഭം മുതലേ ഉണ്ടായിരുന്നു ഈ ഞെരുക്കം. എന്താണത്? ആത്മാവിന് നൽകാൻ ആവശ്യമായ ഈ സ്നാനം എന്താണ്? അത് മറ്റൊന്നുമല്ല, യേശുവിൻ്റെ മരണം തന്നെയാണ്. യേശുവിൻ്റെ മരണത്തെയാണ് ഇവിടെ സ്നാനമായിട്ട് എടുത്തു കാണിക്കുക. യോഹന്നാന്റെ സുവിശേഷം 7-ാമത്തെ അധ്യായത്തിൽ 39-ാമത്തെ വാക്യത്തിൽ പറയും, ആത്മാവിന് നൽകപ്പെട്ടിരുന്നില്ല, കാരണം യേശു ഇനിയും മഹത്വീകരിക്കപ്പെട്ടിരുന്നില്ല. ഞാൻ ഉയർത്തപ്പെടുമ്പോൾ ആത്മാവിനെ അയക്കും. ഞാൻ പോയാൽ ഞാൻ സഹായകർ നിങ്ങളുടെ അടുക്കിലേക്ക് അയക്കും. യേശുവിൻ്റെ മഹത്വീകരണം നടക്കുന്നത് കുരിശിലാണ്. ആ കുരിശു മരണത്തോടുകൂടി മാത്രമേ പരിശുദ്ധാത്മാവ് നൽകപ്പെടുകയുള്ളൂ. ആത്മാവിനെ നൽകപ്പെട്ടിരുന്നില്ല, കാരണം അവനിനി മഹത്വീകരിക്കപ്പെട്ടിരുന്നില്ല. അപ്പോഴേ യേശു ഇവിടെ പറയുന്ന സ്നാനം യേശുവിൻ്റെ മരണത്തെക്കുറിച്ചാണ്. ആ മരണം ഭീകരമായിരിക്കും. അതിൻ്റെ വിശദാംശങ്ങൾ നമ്മൾ പിന്നീട് കാണാൻ സാധിക്കും. അപ്പോൾ അത് സാധിക്കുന്നവരെ ഞാൻ എത്രമാത്രം ഞെരുങ്ങുന്നു. അപ്പോൾ യേശുവിൻ്റെ വരവ് അതൊരു വിധിയായിരിക്കും ലോകത്തിൻ്റെ മേൽ. അത് ആത്മാവിന് നൽകുന്ന ഒരു സ്നാനമായിരിക്കും, അഗ്നിയായിരിക്കും. 3-ാമത്തേത്, യേശുവിൻ്റെ വരവുമായി ബന്ധപ്പെടുത്തി മറ്റൊരു കാര്യമാണ് ചോദിക്കുക. ഭൂമിയിൽ സമാധാനം നൽകാനാണ് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾ വിചാരിക്കുന്നുവോ? വസ്തുതയിൽ അങ്ങനെയാണ്. യേശുവിൻ്റെ ജനനത്തിൻ്റെ അവസരത്തിൽ പരിശുദ്ധ മാലാഖമാർ പാടിയതാണ്, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു. യേശു വീണ്ടും വീണ്ടും പറഞ്ഞു സമാധാനം. ഉത്ഥിതനായ കർത്താവ് കാണുമ്പോഴൊക്കെയും പറയുന്നത് നിങ്ങൾക്ക് സമാധാനം. പക്ഷെ ഇവിടെ ഇപ്പം എന്താ പറയുക? ഞാൻ സമാധാനമല്ല കൊണ്ടുവന്നിരിക്കുന്നത്. മത്തായി എഴുതിയ സുവിശേഷത്തെ കുറെ കൂടി വ്യക്തമാണ്. മത്തായി പറയും, മത്തായി എഴുതിയ സുവിശേഷം 10-ാമത്തെ അധ്യായം 34-ാമത്തെ വാക്യം, ഭൂമിയിൽ സമാധാനമാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് നിങ്ങൾ വിചാരിക്കരുത്. സമാധാനമല്ല, വാളാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. എന്താ അതിൻ്റെ അർത്ഥം? യേശു ഒരു കലാപത്തിന് തുടക്കം കുറിക്കാൻ വന്നിരിക്കുകയാണോ? അങ്ങനെ കരുതുന്നവരുണ്ട്.
അന്ന് പലസ്തീനായിൽ ഭരിച്ചിരുന്ന റോമക്കാരാണ്. റോമ സാമ്രാജ്യത്തിനെതിരെ കലാപത്തിന് വഴിയൊരുക്കുന്ന നേതൃത്വം വഹിക്കുന്ന ഒരു കലാപകാരിയായി യേശുവിനെ കാണുന്നവരുണ്ട്. പക്ഷേ അങ്ങനെയാണ് പീലാത്തോസും യേശുവിനെ കണ്ടത്. അതുകൊണ്ടാണല്ലോ രണ്ട് കലാപകാരികളുടെ മധ്യേ യേശുവിനെ കുരിശു തറച്ചു കൊല്ലുന്നത്. കുരിശു തറച്ചു കൊല്ലുന്നത് രണ്ട് തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾക്കായിരുന്നു ശിക്ഷയായിരുന്നത്. ഒളിച്ചോടുന്ന അടിമകളെ കുരിശു തറച്ചു കൊല്ലും, സാമ്രാജ്യത്തിനെതിരെ കലാപമുയർത്തുന്നവരെയും കുരിശു തറച്ചു കൊല്ലും. അപ്പോൾ ഒരു വലിയ കലാപകാരിയായിട്ടാണ് യേശുവിനെ പീലാത്തോസ് കണ്ടതും കുരിശു തറച്ചതും. അപ്പോഴേ യേശു വാളാണ് കൊണ്ടുവന്നിരിക്കുന്നത് പറയുന്നത് ഇപ്രകാരം ഒരു കലാപത്തിന് വഴിയൊരുക്കാൻ വേണ്ടിയാണെന്ന് പറയാൻ സാധിക്കുമോ? അവസാനം അന്ത്യത്താഴ്വേളയിൽ പറയും, വാളില്ലാത്തവൻ കുപ്പായം വിറ്റ് വാള് വാങ്ങട്ടെ. അപ്പോൾ ഈ ശിഷ്യന്മാർ പറഞ്ഞു, ഇതാ കർത്താവേ, ഇവിടെ 2 വാളുണ്ട്, മതി. അത് മതി എന്നല്ല, മതി, നിനക്കൊന്നും മനസ്സിലായില്ല. അപ്പോൾ ആക്രമിക്കാനായിട്ട് വാളെടുക്കാനാണോ യേശു ഉദ്ദേശിക്കുക? അല്ല എന്ന് വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുകയാണ് ലൂക്ക. അപ്പോൾ വാള് എന്നുള്ളത് തെറ്റിദ്ധാരണയ്ക്ക് ഇടയാകാമെന്നത് കൊണ്ട് അതിനെ തിരുത്തുകയാണ്, അഥവാ വിശദീകരിക്കുകയാണ്. ഭിന്നത. അപ്പോൾ യേശു വന്നിരിക്കുന്നത് പിളർപ്പുണ്ടാക്കാൻ വേണ്ടിയാണോ? ഞാൻ വന്നത് ഭിന്നത എന്ന് പറയുന്നു. ഞാൻ നിങ്ങളോട് പറയുന്നു, ഭിന്നിച്ചിരിക്കുന്ന 5 പേർ ഇനി ഒരു വീട്ടിലുണ്ടായിരിക്കും. അത് അപ്പൻ അമ്മയ്ക്കെതിരായിട്ടും അമ്മ മകനെതിരായിട്ടും മകൻ അപ്പനെതിരായിട്ടും. അപ്പോൾ വീട്ടിൽ തന്നെ വലിയ കലാപമുണ്ടാകുന്നു. അപ്പോൾ ഇതാണോ യേശു വന്നതിൻ്റെ ലക്ഷ്യം? കലാപമുണ്ടാക്കാൻ വേണ്ടി. അങ്ങനെയാണെങ്കിൽ യേശുവിനെ രക്ഷകനായി കണക്കാക്കാൻ സാധിക്കും? രക്ഷകൻ സമാധാനം സ്ഥാപിക്കേണ്ടവനല്ലേ? ഹൃദയങ്ങളിൽ ഐക്യം കൊണ്ടുവരേണ്ടവനല്ലേ? അതിനു പകരം എങ്ങനെയാണ് ഭിന്നത കൊണ്ടുവരിക? തെറ്റിദ്ധാരണയ്ക്ക് ഇട നൽകുന്നതാണ് ഈ വാക്യം. അപ്പോഴെന്താണ് യേശു ഉദ്ദേശിക്കുന്നത്? യേശു വന്നതിൻ്റെ ലക്ഷ്യം ഭിന്നത ഉണ്ടാക്കുകയാണോ, അതോ യേശു വന്നതിൻ്റെ ഒരു ഫലമാണോ ഭിന്നത? നമ്മൾ ഇംഗ്ലീഷിൽ 2 തരത്തിലുള്ള ക്ലോസുകളെ കുറിച്ച്, സബോർഡിനേറ്റ് ക്ലോസ്, ഒരു പേർപ്പസ് ക്ലോസ് എന്ന് പറയും, ഒരു കോൺസിക്യൂട്ടീവ് ക്ലോസ് എന്ന് പറയും. അഥവാ ഒരു പ്രവൃത്തിയുടെ ലക്ഷ്യമൊന്ന്, അല്ലെങ്കിൽ പ്രവൃത്തിയുടെ ഫലം. ഉദാഹരണത്തിന് 7ാം നിലയിൽ നിന്ന് ഒരാൾ താഴെ വീണു, അയാൾ മരിച്ചു. നമുക്ക് 2 വിശദീകരണങ്ങൾ കൊടുക്കാം. 7ാം നിലയിൽ നിന്ന് താഴെ വീണ് അയാൾ മരിച്ചു, അപ്പോൾ വീണതിൻ്റെ ഫലമാണ് മരിച്ചത്. അല്ലെങ്കിൽ 7ാം നിലയിൽ നിന്ന് താഴെ വീണ ഒരാൾ ആത്മഹത്യ ചെയ്തു, താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്തു, അപ്പോഴും മരണം ലക്ഷ്യമായിരുന്നു. അപ്പോൾ ചാടിയത് തന്നെ, അല്ലെങ്കിൽ മുകളിൽ നിന്ന് താഴേക്ക് വീണത്, ഒരേ പ്രവൃത്തിക്ക് 2 തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ കൊടുക്കാം. ഒന്ന് മരിക്കാൻ വേണ്ടി വീണു, അല്ലെങ്കിൽ വീണു മരിച്ചു. ഇവിടെ യേശു പറയുന്നത് ഭിന്നത ഉണ്ടാക്കാൻ വേണ്ടി വന്നുവെന്നല്ല. യേശുവിൻ്റെ സാന്നിധ്യത്തിൽ ഭിന്നത ഉണ്ടാകും. അത് തുടക്കം മുതലേ പറഞ്ഞു വെച്ചതാണ്. നമുക്കറിയാം, യേശു ചരിത്രത്തിലേക്ക് കടന്നു വരുമ്പോൾ ഭിന്നത ഉണ്ടാകുന്നു. മത്തായി സുവിശേഷത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. കിഴക്ക് നിന്ന് ജ്ഞാനികൾ നക്ഷത്രത്തെ അനുഗമിച്ച് ജെറൂസലത്ത് വന്നു. യഹൂദരുടെ രാജാവായി ജനിച്ചവൻ കൊട്ടാരത്തിലായിരിക്കും എന്ന് വിചാരിച്ച് ഹെരോദസിന്റെ കൊട്ടാരത്തിൽ ചെന്നു. അവർ ചോദിച്ചു, എവിടെയാണ് യഹൂദ രാജാവായി ജനിച്ചവൻ? അത് കേട്ടപ്പോഴേക്കും ഹെരോദേസും ജെറൂസലം മുഴുവനും അസ്വസ്ഥരായി എന്നാണ് പറയുക. ഹെരോദേസ് അസ്വസ്ഥനായി, അവനോടുകൂടെ പട്ടണം മുഴുവനും. അപ്പോൾ രക്ഷകന്റെ ജനനം അസ്വസ്ഥത ഉളവാക്കുന്നു. അടുത്തപടി സംഭവിക്കുന്നത് എന്താണ്? ഹെരോദേസ് ആളുകളെ അയച്ച് ബെത്ലഹേമിൽ 2 അതിൽ താഴെയും വയസ്സുണ്ടായിരുന്ന കുഞ്ഞുങ്ങളെയെല്ലാം ഉന്മൂലനം ചെയ്യുകയാണ്. അപ്പോൾ ഒരു പിളർപ്പുണ്ടായി. രക്ഷകനെ തിരസ്കരിക്കുന്ന, നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു സമൂഹം. അപ്പോൾ യേശുവിൻ്റെ വരവിൽ അസ്വസ്ഥതയുണ്ടായി. ലൂക്കായുടെ സുവിശേഷം 2-ാമത്തെ അധ്യായത്തിൽ മാതാവും യോസേപ്പിതാവും കൂടി യേശുവിനെ ദേവാലയത്തിൽ സമർപ്പിക്കുന്ന ഒരു സാഹചര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ യേശുവിനെ സമർപ്പിക്കുമ്പോൾ വൃദ്ധനായ ശിമയോൻ പരിശുദ്ധാത്മാവിൻ പ്രത്യേക വെളിപാടിനാൽ കണ്ണു തുറന്നവൻ യേശുവിനെ രക്ഷകനായി കാണുകയും അത് ഏറ്റുപറയുകയും ചെയ്തു. അതിനുശേഷം അവൻ ഇപ്രകാരമാണ് പറയുക, 2-ാമത്തെ അധ്യായം 34-35 വാക്യങ്ങൾ. ശിമയോൻ അവരെ അനുഗ്രഹിച്ചുകൊണ്ട് അവൻ്റെ അമ്മയായ മറിയത്തോട് പറഞ്ഞു, ഇവൻ ഇസ്രായേലിൽ പലരുടെയും വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമാകും. ഇവൻ വിവാദ വിഷയമായ അടയാളവുമായിരിക്കും. എ സൈൻ ദാറ്റ് വിൽ ബി കോൺട്രഡിക്റ്റഡ്. വിവാദ വിഷയമാകുന്ന, എതിർക്കപ്പെടുന്ന, തെറ്റിദ്ധരിക്കപ്പെടുന്ന അടയാളമായിരിക്കും. അങ്ങനെ അനേകരുടെ ഹൃദയവിചാരങ്ങൾ വെളിപ്പെടും. നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറുകയും ചെയ്യും. അപ്പോൾ വാള് കൊണ്ടുവന്ന മിശിഹ രക്ഷകൻ, ആ വാള് ആദ്യമേ തുളച്ചു കയറുന്നത് അവൻ്റെ അമ്മയുടെ ഹൃദയത്തിലാണ്.
അപ്പോഴേ എന്താ ഇതിൻ്റെ അർത്ഥം? ഞാൻ വന്നിരിക്കുന്നത് ഭിന്നത ഉണ്ടാക്കാനല്ല, എൻ്റെ സാന്നിധ്യത്തിൽ ഭിന്നതയുണ്ടാവും. അത് തീർച്ചയായിട്ടും സംഭവിക്കും. യേശുവിനെ സ്വീകരിക്കുന്നവരും സ്വീകരിക്കാത്തവരും തമ്മിൽ എപ്പോഴും ഒരു സംഘട്ടനം ഉണ്ടാകും. യേശു കടന്നു വന്ന 1-ാം നൂറ്റാണ്ട് മുതൽ 21-ാം നൂറ്റാണ്ട് വരെ ലോകത്തെല്ലായിടത്തും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണിത്. യേശുവിനെ സ്വീകരിക്കുന്നവർ യേശുവിൻ്റെതായ ചൈതന്യം, യേശുവിൻ്റെതായ മൂല്യങ്ങൾ, സത്യം, സമത്വം, സാഹോദര്യം, നീതി, കരുണ, വാത്സല്യം, അനുകമ്പ ഇതെല്ലാം പ്രാവർത്തികമാക്കും. മറ്റാരുടെയും മുമ്പിൽ മുട്ടുമടക്കുകയില്ല, മറ്റാരെയും ദൈവമായി ആരാധിക്കുകയില്ല. ഈ ഒരു പുതിയ സംസ്കാരത്തെ എതിർത്ത് നശിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്ന ശക്തികളുണ്ടാവും. ആദ്യം അത് റോമ സാമ്രാജ്യമായിരിക്കാം, ഇന്ന് മറ്റെന്തെങ്കിലും രാജ്യങ്ങളായിരിക്കാം. നമുക്കറിയാം, ലോകത്തെ എത്രയോ സ്ഥലങ്ങളിൽ, എത്രയോ രാജ്യങ്ങളിൽ ക്രിസ്ത്യാനി ആയതിൻ്റെ പേരിൽ മാത്രം നശിപ്പിക്കപ്പെടുന്നു, പീഡിപ്പിക്കപ്പെടുന്നു, മനുഷ്യർ വേട്ടയാടപ്പെടുന്നു, കുരിശു തറയ്ക്കപ്പെടുന്നു. അപ്പോഴേ യേശു വന്നത് ഭിന്നത ഉണ്ടാക്കാൻ വേണ്ടിയല്ല, പക്ഷേ യേശുവിൻ്റെ സാന്നിധ്യത്തിൽ ഭിന്നത ഉണ്ടാകും. അപ്പം ഇവിടെ ഒരു തീരുമാനമെടുക്കാൻ നിർബന്ധിതനാണ്. യേശുവിൻ്റെ കൂടെ നിൽക്കുന്നോ, യേശുവിനെതിരായി നിൽക്കുന്നോ? എന്നോട് കൂടെ അല്ലാത്തവൻ ചിതറിക്കപ്പെടുന്നു എന്നാണ് പറയുക, ചിതറിപ്പിക്കും. അപ്പോൾ യേശുവിൻ്റെ സാന്നിധ്യത്തിൽ ഓരോരുത്തരും തീരുമാനമെടുക്കാൻ നിർബന്ധിതനാകുന്നു. യേശുവിൻ്റെ സുവിശേഷം പ്രഘോഷിക്കപ്പെടുന്ന ഈ നിമിഷത്തിൽ ഞാൻ തീരുമാനമെടുത്തേ മതിയാവും. യേശുവിനോട് കൂടെയോ യേശുവിനെതിരായോ? യേശുവിനോട് കൂടെ നിൽക്കുന്നവരെ യേശുവിനെതിരെയുള്ളവർ പീഡിപ്പിക്കും. അതുകൊണ്ട് യേശു വീണ്ടും വീണ്ടും അതിനോട്, എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം ത്യജിച്ച് കുരിശുമെടുത്തതിൻ്റെ പിന്നാലെ വരണം. മറ്റുള്ളവരെ തറയ്ക്കാനുള്ള സ്വയം തറയ്ക്കപ്പെടാൻ. വാളെടുക്കുന്നത് ഭിന്നിപ്പിക്കാനല്ല, ഭിന്നത ഉണ്ടാകുന്നത് അതിൻ്റെ ഒരു ഫലമാണ്. അപ്പോൾ യേശു പഠിപ്പിച്ചതാണ് ഈ 3 ഉപമകളിലൂടെയും. ഒരുങ്ങിയിരിക്കുക. യേശുവിനെ അനുഗമിക്കുക എന്നുള്ളത് എളുപ്പമായ കാര്യമായിരിക്കുകയില്ല. ധൈര്യമുള്ളവർ മാത്രം കൂടെ പോന്നാൽ മതി. ജീവൻ നഷ്ടപ്പെടുത്താൻ ഭയപ്പെടാത്തവർ മാത്രം എൻ്റെ കൂടെ പോന്നാൽ മതി. അല്ലാത്തവർക്ക് എൻ്റെ കൂടെ സ്ഥാനമില്ല. അപ്പം യേശു വളരെ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. ശിഷ്യന്മാരുടെ കൂടെ ജെറൂസലത്തേക്ക് പോകുമ്പോൾ ജെറൂസലത്തിൽ എന്താണ് സംഭവിക്കുന്നത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ ഓർക്കണം, ഞാൻ വന്നിരിക്കുന്ന ആത്മാവിനെ നൽകാൻ വേണ്ടി. പക്ഷേ ഈ ആത്മാവിനെ ലഭിക്കുന്നതിന് മുമ്പേ ഒരു വലിയ സ്നാനമുണ്ടാകും, ഒരു അഗ്നിസ്നാനം, ഒരു മുങ്ങൽ, ഒരു മരണം, കഠിനമായ വേദനകളിലൂടെ കടന്നു പോകണം. അപ്പം യേശുവിനെ അനുഗമിക്കുന്നവരും ഇപ്രകാരം ഒരു സ്നാനത്തിന് തയ്യാറാകണം. മാമോദീസ സ്വീകരിച്ചാണ് ഒരു വ്യക്തി യേശുവിന് ശിഷ്യനാവുന്നത്. ആ സ്നാനത്തിൻ്റെ അർത്ഥം തന്നെ ഇതാണ്. യേശുവിന് മരണത്തോടുകൂടി താതാത്മ്യപ്പെടുക, യേശുവിനോടുകൂടി മരിക്കുക, യേശുവിൻ്റെ കൂടെ ഉയർത്തെഴുന്നേൽക്കുക. ഇപ്പോഴിങ്ങനെ യേശുവിനോടുകൂടി മരിച്ച് ഉയർത്തെഴുന്നേൽക്കാൻ സന്നദ്ധരാകുന്നവർ മാത്രം കൂടെ പോന്നാൽ മതി. അപ്പോൾ ഈ ഭിന്നിപ്പ് സമൂഹത്തിൻ്റെ എല്ലാ തലങ്ങളിലും ഉണ്ടാകും. ഏറ്റവും ചെറിയ യൂണിറ്റാണല്ലോ കുടുംബം. കുടുംബ യൂണിറ്റിൽ പോലും ഭിന്നിപ്പുണ്ടാകുന്നു, ഒരു കുടുംബത്തിൽ പോലും ഭിന്നിപ്പുണ്ടാകുന്നു എന്നത് ചരിത്ര വസ്തുതയാണ്. അതിന്നും യാഥാർത്ഥ്യമായി തീരുന്നു. അപ്പോഴേ യേശു ഭിന്നിപ്പ് കൊണ്ടുവരികയല്ല, യേശുവിനെ സ്വീകരിക്കുന്ന വ്യക്തികളെ യേശുവിനെ സ്വീകരിക്കാത്തവർ പീഡിപ്പിക്കും എന്നതിൻ്റെ ഒരു സൂചനയാണ്. അപ്പോൾ യേശുവിനെ ലഭിച്ചതായിരിക്കും യേശുവിന് ശിഷ്യന്മാർക്കും ലഭിക്കുക. അപ്പോഴീ 3 ചെറിയ വാക്യങ്ങളിലൂടെ എടുത്തു പറയുന്നത് വളരെ വ്യക്തമായൊരു കാര്യമാണ്. യേശുവിൻ്റെ സന്ദേശം കേൾക്കുന്ന നിമിഷത്തിൽ, യേശു എന്നെ കണ്ടുമുട്ടുന്ന നിമിഷത്തിൽ, യേശുവിന് മുഖാഭിമുഖം ഞാൻ നിൽക്കുന്ന നിമിഷത്തിൽ ഞാനൊരു തീരുമാനമെടുക്കാൻ നിർബന്ധിതനാകുന്നു. യേശു എടുത്തതുപോലെ യേശുവിനോട് കൂടിയോ യേശുവിനെതിരായോ? യേശുവിനോട് കൂടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ലേശങ്ങളുണ്ടാവും. ഈ ഭൂമിയിൽ ഒരുപാട് നഷ്ടങ്ങളുണ്ടാവും. ജീവൻ പോലും നഷ്ടപ്പെടുത്തേണ്ടി വരും. അല്ലേ സംഭവിക്കാൻ പോകുന്നത് നിത്യനാശമായിരിക്കും. അതുകൊണ്ട് തിരഞ്ഞെടുക്കുക, ഏതു വേണം? താൽക്കാലികമായ സുഖം, നിത്യമായ നാശം, അതോ താൽക്കാലികമായ വേദനകളും തിരസ്കരണങ്ങളും ദുഃഖങ്ങളും നിത്യമായ സന്തോഷം? ഈ ഒരു തീരുമാനമെടുക്കാൻ നിർബന്ധിതനാകുന്നു ഓരോ വ്യക്തിയും. അപ്പോൾ യേശുവിൻ്റെ മുമ്പിലെടുക്കുന്ന തീരുമാനം അത് നിർണായകമാണ്. അതുതന്നെയാണ് വിധി. അപ്പോൾ യേശു വന്നിരിക്കുന്ന ഈ അഗ്നി, യേശു വന്ന് ഇപ്പോൾ തന്നെ കത്തിജ്വലിച്ചിരുന്നെങ്കിൽ അത് പൂർത്തിയാകാൻ വേണ്ടി ഒരുങ്ങുകയാണ്, ദാഹിക്കുകയാണ്. ആ ദാഹം പൂർത്തിയായി കുരിശിലെ മരണത്തിനും ഉത്ഥാനത്തിനും ശേഷമാണ് പരിശുദ്ധാത്മാവ് കടന്നു വരിക. അപ്പോൾ നമുക്കെല്ലാവർക്കും ഇപ്രകാരം ഒരു സ്നാനത്തിലൂടെ കടന്നു പോകാനുണ്ടാവും. ആ ആത്മാവിനെ സ്വീകരിക്കുന്ന ഇപ്രകാരം നമ്മൾ സ്നാനത്തിന് തയ്യാറാക്കുകയും ചെയ്യും. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വിചിന്തനങ്ങൾ സമാപിക്കാം. കർത്താവായ യേശുവേ, അങ്ങ് ഈ ഭൂമിയിൽ തീയിടാൻ വന്നത് ഞങ്ങളുടെ ആത്മാവിനെ ഞങ്ങൾക്ക് സമൃദ്ധമായി നൽകാനാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ആത്മാവ് ശുദ്ധി ചെയ്യുന്നവനാണ്, അഗ്നിശുദ്ധി വരുത്തുന്നവനാണ്. ആത്മാവ് ശക്തിയാണ്, തീനാവുകൾ പോലെ. ആ ആത്മാവിനെ ഞങ്ങളിലേക്ക് ശക്തമായി അയക്കണമേ. ആത്മാവിൻ്റെ പ്രചോദനത്തിന് വഴങ്ങി ഞങ്ങളെ തന്നെ പൂർണ്ണമായി അവിടുത്തെ ശുശ്രൂഷയ്ക്ക് സമർപ്പിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ്
സ്വീകരിച്ച സ്നാനം ഞങ്ങളും പ്രതീകാത്മകമായി സ്വീകരിച്ചതാണ്. ഇനിയും ആ സ്നാനം സ്വീകരിക്കേണ്ടി വരും. അതിനു മുമ്പിൽ പതറാതെ, ക്ലേശത്തിൻ്റെ മുമ്പിൽ അങ്ങേക്ക് വേണ്ടി അങ്ങയുടെ സാക്ഷികളായി നിൽക്കുന്നതിന് വേണ്ടി പീഡനങ്ങൾ നേരിടേണ്ടി വരുമ്പോൾ ഹൃദയം തളരാതെ, അടിപതറാതെ അങ്ങയോട് ചേർന്ന് നിൽക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെല്ലാവരെയും അങ്ങയുടെ ശക്തിയാൽ നിറയ്ക്കണമേ, അഭിഷേകം ചെയ്യണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. Thank you.